എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന നയനയ്ക്ക് ചില സംശയങ്ങളൊക്കെ നന്ദുവിനെ കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ അതൊക്കെ അനഘയോട് ചോദിക്കുകയൊക്കെ ചെയ്യുവാണ്. നന്ദുവിന് എന്ത് പറ്റിയെന്നൊക്കെ അതിന്റെ വിശേഷങ്ങളും പിന്നീട് ആദർശം നയനയും കൂടെ ഉള്ള കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടത് കനക അനന്തപുരിയിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ഗോവിന്ദൻ ആകെപ്പാട് ടെൻഷൻ ഉണ്ടായിരുന്നു നന്ദുവിന്റെ കാര്യത്തിൽ. കാരണം രാത്രിയിൽ ഒറ്റയ്ക്കാ നന്ദു കിടക്കണം. ഈ സമയത്ത് എങ്ങനെ അനി ഫോൺ ചെയ്യുവോ, ഇനി അവർ തമ്മിൽ ചാറ്റ് ചെയ്യുമോ എന്നുള്ള സംശയമുണ്ട്. ഒരു അച്ഛന്റെ ദുഃഖമാണ്. കാരണം നന്ദുവിനിപ്പോ ഒരു പ്രണയമുണ്ട് മനസ്സിൽ. ഇനിയിപ്പോ അതെങ്ങാനും ഈ സമയത്ത് അത് വളർന്ന് പന്തലിച്ചാലോ, ആ ഒരു ടെൻഷനായിരുന്നു ഗോവിന്ദന്റെ ഉള്ളിലുണ്ടായിരുന്നേ. അങ്ങനെ നന്ദുവിന് നന്നായിട്ടൊന്ന് ഉപദേശിക്കുന്നുണ്ട്. മോളെ, രാത്രി കിടന്ന് ഉറങ്ങിക്കോണം. ഇനി അഥവാ എങ്ങനെ അനി വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ പോലും പോകണ്ട. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നിന്റെ അടുത്ത് ഇനി കിടക്കാനായിട്ട് അമ്മയില്ല. അമ്മ അവിടെയാണെന്നറിയാലോ. അമ്മ വരുന്നോടം വരെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഭയങ്കര ഉപദേശമാണ്. നന്ദു എല്ലാത്തിനും എസ് മൊളി ശരി അച്ചാന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകണം. അതിന് മുറി ചെന്നെങ്കിലും നന്ദുവിന്റെ ഉള്ളിൽ അനിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. വേണ്ട, വിളിക്കുകയും വേണ്ട, കോൾ വിളിച്ച് എടുക്കുകയും വേണ്ടെന്നൊക്കെ ഓർത്തിരിക്കുക. ഈ സമയത്ത് എനിക്കാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. നന്ദു ഇങ്ങോട്ട് പോലും വിളിക്കുന്നില്ല. അല്ലെങ്കിൽ അവളുടെ അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവളും വരേണ്ടതായിരുന്നു. എന്തോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും കൂടി ഇല്ല. എന്താ കാര്യം എന്നറിയില്ല. ഒന്ന് വിളിച്ചു ചോദിക്കാം. അല്ലെ അവളോട് വിളിച്ചു പറയാം നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ. ഇനിയിപ്പം കല്യാണക്കുറിയൊക്കെ എടുക്കാൻ പോകേണ്ടതുണ്ട്. അപ്പൊ അവളോടും കൂടെ ഒന്ന് വരാൻ പറയാം. അപ്പൊ അതിനൊന്ന് വിളിക്കാന്നോർത്ത് രണ്ടും കൽപ്പിച്ച് അനി അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പം നന്ദു വേണമെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് അനിയുടെ കോൾ വരും. നോക്കിയപ്പോ അനിയ കോൾ എടുക്കണോ വേണ്ടെന്ന് ഓർത്തോണ്ട് നന്ദു എന്ത് ചെയ്യുക, കോൾ എടുക്കാതിരുന്നു. വീണ്ടും വീണ്ടും അനി വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണമെന്ന് നന്ദുവിന് അറിയില്ല. അച്ഛൻ പറയുകയും ചെയ്ത് വിളിച്ചാൽ കോൾ എടുക്കരുതെന്ന്. വിളിച്ചിട്ട് പറയാം. അല്ലെ പിന്നെ ഇനിയും വിളിച്ചോണ്ട് എന്നിട്ടാണെങ്കിൽ എന്താ ചെയ്യാ, എനിക്ക് വിഷമാവൂലെന്ന് ഓർത്തോണ്ട് നന്ദു കോൾ എടുത്തു. എന്താ അനി വിളിച്ചേ, എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. എനിക്ക് നന്ദുവിനോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതെ, എന്ത് കാര്യങ്ങളാ ഈ സമയത്ത് പറ്റില്ല, നാളെ വിളിച്ചോളാൻ പറയാണ്. എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയണേ, ഈ സമയത്തിന് എന്താ കുഴപ്പം, ഞാൻ നിന്നെ ഈ സമയത്തൊക്കെ വിളിക്കുന്നല്ലേ, പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്താ. അതെ, അതൊന്നും ശരിയാവത്തില്ല. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അനാമികയോട് പറഞ്ഞാൽ മതി, അല്ലാതെ എന്നോട് പറയണ്ട. അല്ലെങ്കിലും ജീവിത പങ്കാളി ഞാൻ പോകുന്ന ആൾ അനാമികയല്ലേ, അതുകൊണ്ട് അനാമികയോട് പറഞ്ഞാൽ മതി. ഇനിയിപ്പൊ അനി എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. അനി പറഞ്ഞു, പ്ലീസ് നന്ദു ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ടൊന്ന് വെച്ചാൽ മതി. വേണ്ട അനി, ഞാൻ കോള് വെക്കുക. ദേ അച്ഛൻ അവിടെ ഉണ്ട്, അച്ഛൻ എന്നെ ചിലപ്പം വിളിക്കും എന്ന് പറഞ്ഞിട്ട് കോളും കൂടെ പെട്ടെന്ന് കട്ട് ചെയ്യുക. എനിക്ക് വല്ലാത്ത വിഷമമായി. എന്തോ അവൾ മനഃപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുവാണ്. പിന്നീട് നവ്യ നയനയും കൂടെ ഇരിക്കുന്ന സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. കനക അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആഹാ രണ്ടുപേരും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. അല്ല, നവ്യമോളുടെ കൈ ഇങ്ങോട്ട് കാണിക്കാൻ പറയണേ. എന്താ അമ്മേ, കാര്യം എന്താ, ആ കൈ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങനെ കൈ കാണിച്ചു കഴിഞ്ഞപ്പം അരച്ചുകൊണ്ട് വന്ന് മൈലാഞ്ചി അങ്ങോട്ട് കയ്യിലേക്ക് വെക്കാൻ തുടങ്ങണം. പെട്ടെന്ന് അവർ വേണ്ട വേണ്ട എനിക്കിത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പം നെയിൽ പോളിഷ് ഒന്നും ഇടണ്ട, മൈലാഞ്ചി മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് അങ്ങോട്ട് മൈലാഞ്ചി വെച്ചു കൊടുക്കുക. രണ്ട് കയ്യിലും മൈലാഞ്ചി വെച്ചു കൊടുത്തു. പിന്നീട് നയനയുടെ കയ്യിലും കൂടെ വെച്ചു കൊടുക്കുകയാണ്. അപ്പം കനകയുടെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പന്തിയോട്, എന്താ അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. അല്ല വീട്ടിലേക്ക് വിളിച്ചായിരുന്നു, അച്ഛനെ വിളിച്ചായിരുന്നു. അച്ഛനെ വിളിച്ച് ഞാൻ സംസാരിച്ചു, നന്ദൂട്ടനോട് സംസാരിച്ചെന്ന് പറയാ. പെട്ടെന്ന് നയന പറഞ്ഞു, നന്ദുവിന് എന്ത് പറ്റിയമ്മേ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇപ്പൊ അവളും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. നവ്യ പറഞ്ഞു, ശരിയാ, അവളും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. എന്നെങ്കിലും എല്ലാത്തിനെയും മിക്കവാറും ഇടിച്ച് പഞ്ചറൊട്ടിക്കേണ്ട വന്നേനെന്ന് പറയാം. അല്ല, അവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടിരുന്നേ, അന്ന് ശരിയാവത്തില്ലെന്ന് പറയാം. അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ ശരിയാവത്തില്ലെന്ന്. അല്ല, ഇവിടെ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ അവിടെ, അതുകൊണ്ടാ. പിന്നെ പെട്ടെന്ന് ചോദിച്ചു, അല്ല അവൾക്ക് എന്താ പറ്റിയത്, അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് നയന പറഞ്ഞു. ഇപ്പോഴാണ് പഴയ പോലെ ഫോൺ വിളിക്കുന്നില്ല, വിളിച്ചാൽ പോലും ഒന്ന് രണ്ട് വാക്ക് മാത്രമേ സംസാരിക്കുള്ളൂ, പഴയ ആ സ്നേഹമൊന്നും കാണുന്നില്ല. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മയെന്ന് ചോദിക്കുക. പെട്ടെന്ന് കനക പറഞ്ഞേ, അങ്ങനെയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. നവ്യ ചിനി അവൾക്ക് വല്ല പ്രണയബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. നവ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞേ, അങ്ങനെ ആവാൻ വഴിയില്ല, നന്ദു അല്ലേ, നന്ദുവിന്റെ മനസ്സിൽ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നന്ദു എന്നോട് പറയാതിരിക്കില്ല, ആരോട് പറഞ്ഞില്ലെങ്കിലും അവൾ എന്നോട് പറയും. പെട്ടെന്ന് കനകയുടെ മനസ്സ് വല്ലാത്തൊരു വെപ്രാളമൊക്കെ ഉണ്ടായി. പാവം നയനെ അറിയുന്നില്ലല്ലോ അവളുടെ മനസ്സിലുള്ള അനിയാന്നുള്ള ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയന് ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഒന്നാമത്തെ കാര്യം
നയന നവ്യ ഇവിടെയുണ്ട്. ഇനി നന്ദുവിന്റെ ജീവിതം കൂടെ കൊണ്ട് നശിപ്പിക്കാനായിട്ട് നയന കൂട്ടു നിൽക്കില്ല. അത് മാത്രമല്ല അനന്തപുരിയിൽ ഉള്ളവർ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഭൂകമ്പമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പാവം നയനമോള് പറയണോ വേണ്ട, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം അതിനും കൂടെ വിഷമവും. പെട്ടെന്ന് കനക പറഞ്ഞു, അവൾക്ക് അങ്ങനെയൊന്നും ഉള്ളതായിട്ടൊന്നും തോന്നില്ല നവ്യമോളെ. അല്ലെങ്കിലും അവളിങ്ങനെ എപ്പോഴും ആണുങ്ങളുടെ കൂട്ടത്തിലല്ലേ കൂട്ടും കൂടി നടക്കുന്നേ. എപ്പോഴും ഞാൻ എന്നെ വഴക്ക് പറയും ഈ ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതിന്. അവൾക്ക് ആ ഒരു രീതി തന്നെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴിപ്പം പഠിക്കണം, ജോലി വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നയന പെട്ടെന്ന് ചോദിച്ചു, അതിനവൾ പഠിക്കുന്നുണ്ടോ അമ്മേന്ന് ചോദിക്കണം. പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു, ആർക്കറിയാന്ന് പറയാണ്. അതെ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കൈയൊക്കെ ഉണങ്ങിയിട്ട് വെച്ച് പോയാൽ മതി എന്ന് പറയണം. അങ്ങനെ പോയി കഴിഞ്ഞപ്പം നയന നവ്യോട് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, അമ്മ എന്തോ നമ്മളൊന്ന് ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല ചേച്ചിക്ക് അങ്ങനെ തോന്നിയെന്ന് ചോദിക്കണം. നവ്യ പറഞ്ഞു, ശരിയാണ്, അമ്മയെ നമ്മളിന്ന് എന്തോ മറയ്ക്കുന്ന പോലെ. അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്, പക്ഷെ അത് നമ്മളിന്ന് മറച്ചു വെച്ചിരിക്കുക. ശരി, നയനയ്ക്കും തോന്നി അതിനെക്കുറിച്ച് എന്താണെന്ന് കണ്ടുപിടിക്കണം. അമ്മ എന്തോ ഒരു വെപ്രാളപ്പെടുന്നു നന്ദുവിനെ കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ. ഒരു പക്ഷെ നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയായിരിക്കും, അതായിരിക്കും. പിന്നീട് പറഞ്ഞു, എന്നാ ശരി ഞാൻ കയറിപ്പോട്ടെ, ഇപ്പൊ ആദർശേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നെ പോകുന്ന സമയം നവ്യോട് പറഞ്ഞു, അത് കുറെ സമയത്ത് കൈ വെക്കണം കേട്ടോ, എന്നാലും നന്നായിട്ട് കളർ പിടിക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മങ്ങി പോകുന്നു പറയണം. അങ്ങനെ പോയിട്ട് അങ്ങ് ചെല്ലുന്നേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദർശ ലാപ്ടോപ്പിലൊക്കെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നയനയുടെ വരവ്. നയന കുറെ സമയമൊക്കെ നോക്കിയിരുന്നു. ആദർശം മൈൻഡ് ചെയ്ത് പോലും ഇല്ല. നയന പെട്ടെന്ന് ആദർശനെ വിളിക്കണം, ആദർശേട്ടൻ എന്താ? അതെ എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തു തരുമെന്ന് ചോദിക്കാം. വെള്ളമോ? അതെന്നാ നിനക്ക് കൈയില്ലേ, നിനക്ക് അങ്ങ് എടുത്തുകൂടെന്ന് ചോദിക്കാം. അത് ആദർശേട്ടാ എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ മേലാത്തോണ്ടല്ലേ, ഇപ്പൊ നിനക്ക് എന്റെ കൈ കൊണ്ട് എടുത്താല് നിന്റെ കൈക്കകത്ത് എന്നാന്ന് ചോദിക്കുക. അല്ല എന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കും. ഓഹോ മൈലാഞ്ചി ഇട്ട് വെച്ചിട്ടാണോ? അതൊക്കെ വെള്ളം എടുക്കേണ്ടവരോ കുടിക്കേണ്ടവരൊക്കെ നേരത്തെ വേണം എടുത്ത് കുടിച്ചിട്ട് ഈ മൈലാഞ്ചി ഇടണം, അല്ലാതെ ഈ സമയത്ത് ഇടാൻ പോയിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെയാന്ന് പറയാം. എന്നെ ആദർശേട്ടാ, ആദർശനൊക്കെ എല്ലാം ചെയ്തു തരുന്നതല്ലേ. വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം എല്ലാ കാര്യങ്ങളും നോക്കുന്നതല്ലേ. അപ്പൊ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എടുത്തരാൻ പറ്റില്ല അല്ലേ? അവള് തുടങ്ങി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താനായിട്ട്. എപ്പോഴും നിനക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ സമയമുള്ളോ? വെള്ളം ഇന്നാ വെള്ളം കുടിക്കുന്ന പറഞ്ഞ് എടുത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ തന്നാൽ ഞാൻ എങ്ങനെ ആദർശേട്ടാ കുടിക്കുന്നേ? ഇത് കൈക്കകത്തേക്ക് തന്നാൽ എനിക്ക് കൈ കൊണ്ട് പിടിച്ചാലും മൈലാഞ്ചി പോയില്ലേ? ഓ എന്നും പറഞ്ഞുകൊണ്ട് അത് വായിക്കകത്തേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. പക്ഷെ പകുതി വെള്ളം താഴേക്ക് അങ്ങോട്ട് പോയി. ഇങ്ങനെയാണോ ആദർശേട്ടാ വെള്ളം തരുന്നേ? പെട്ടെന്ന് ആദർശം എന്ത് ചെയ്യണം, വെള്ളക്കുപ്പിയൊക്കെ പിടിച്ചിട്ട് കുടിച്ചിറക്കാൻ പറയാണ്. കാരണം ഒറ്റ ഒഴിക്കാൻ ഒഴിച്ചു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് നയനയ്ക്കത് മൊത്തം കുടിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നയനെ അങ്ങോട്ട് മാറാൻ തുടങ്ങുമ്പോഴത്തേനും തെന്നി വീഴാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. ആ താഴെ വീണ വെള്ളത്തെ തെന്നി വീഴാൻ പോവാ. പെട്ടെന്ന് ആദർശനെ കയറി അങ്ങോട്ട് പിടിച്ചു. അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച കാര്യമാണ്. പിടിച്ചു കഴിഞ്ഞപ്പോൾ കയ്യിലെ മൈലാഞ്ചി മൊത്തം ആദർശം ഷർട്ടയിലേക്ക് അങ്ങോട്ട് പറ്റുവാണ്. ആദർശം നയനെ ഒരു നിമിഷം അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നയനെ വീടാതെ ആദർശം കയറി പിടിച്ചു. കണ്ണും തമ്മിൽ കോർത്തെന്ന് പറഞ്ഞ പോലെ ഒരു നിമിഷം നിന്നു. പക്ഷെ പെട്ടെന്ന് ആദർശ കണ്ണുകൾ പിൻവലിച്ചു. നയനെ പെട്ടെന്ന് അങ്ങോട്ട് കുതിര മാറിയിട്ട് നിൽക്കുമ്പോഴത്തേനും ആദർശം, നിനക്ക് എന്താ കണ്ണില്ലേ, നീ എന്നെ തട്ടി വീഴാൻ തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. അതെ ഇപ്പൊ ഞാൻ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായ കാരണക്കാൻ ആരാന്നറിയോ? ആദർശേട്ടൻ തന്നെയാ. ആദർശേട്ടൻ മര്യാദയ്ക്ക് വെള്ളം തരുമായിരുന്നെങ്കിൽ ഇപ്പൊ ഞാനിവിടെ തെന്നി വീഴുമായിരുന്നു. വെള്ളം തന്നിട്ട് എന്നെ വീഴിക്കാൻ നോക്കിയെന്നും പോരാ എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് തുണി എടുത്ത് തുടയ്ക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് ആദർശ് പതുക്കെ നയനെ ഒന്ന് നോക്കി. ആദർശിനുള്ളിൽ എന്തൊക്കെയോ ഒരു സങ്കടവും ഒരു കുറ്റബോധവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നവ്യ മുറിയിലേക്ക് ചെല്ലുകയാണ്. മുറിയിലേക്ക് എന്നിപ്പോ അബി അവിടെ ഇരിക്കുന്നുണ്ട്. കൊള്ളാം, തന്നെ കൊണ്ടൊരു മൈൻഡ് പോലില്ല. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഒരു പണി കൊടുക്കണമല്ലോ. ഇവനിട്ടും കൊടുക്കണം, ഇവന്റെ അമ്മയ്ക്കിട്ടും കൊടുക്കണം. ആദ്യം അവന്റെ അമ്മയ്ക്കിട്ട് തന്നെ പണി തുടങ്ങാം. അങ്ങനെ നവ്യ എന്ത് ചെയ്യണം, അലാറം ഒക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണ്. നാളെ രാവിലെ തൊട്ട് പണി തുടങ്ങാന്ന് ഓർത്തുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നേരം വിളിച്ചിട്ട് 4 മണിയായി കഴിഞ്ഞപ്പോൾ നവ്യയുടെ അലാറം അടിക്കാൻ തുടങ്ങി. ഷോ ഇതെന്താ ഈ അലാറം അടിക്കുന്ന ഓർത്തുകൊണ്ട് പെട്ടെന്ന് നവ്യ എഴുന്നേറ്റ് നോക്കിയപ്പോൾ 4 മണിയായി. നവ്യ എന്ത് ചെയ്യുവാണ്, നേരെ ജലജയുടെ ഫോണിലേക്ക് അങ്ങോട്ട് വിളിക്കുവാണ്. ജലജയുടെ ഫോണിലേക്ക് ജലജ ഓർത്ത് ഈ സമയത്ത് ആരാ വിളിക്കണമെന്ന് ഓർത്ത് കോൾ എടുക്കുവാണ്. ഇവളെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? എന്താ നവ്യ നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുക. അമ്മ എനിക്ക് അപ്പടി വിശക്കുന്നുണ്ടെന്ന് തോന്നേ, എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി വെച്ചോണ്ട് തരുമോ? കട്ടൻ കാപ്പി ഈ സമയത്തോ? 4 മണി സമയത്തോ? എന്താണെന്ന് അറിയത്തില്ല, വയറ്റിൽ കിടന്ന് ഭയങ്കര എരിച്ചില്ല. അവൻ കൊണ്ടെത്താ. ദേ നവ്യെ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയരുത്, എന്നെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിന്റെ അമ്മേനെ വിളിച്ചിട്ട് പറ. അമ്മേനെ വിളിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, മുത്തശ്ശൻ പറഞ്ഞ എന്താ, എന്ത് കാര്യം ഉണ്ടെങ്കിലും അബിയോടും അമ്മയോടും പറയണം എന്നല്ല പറഞ്ഞേ, അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു. അമ്മയ്ക്ക് പറ്റില്ല പറഞ്ഞു, ഞാൻ മുത്തശ്ശനോട് എന്ന് പറഞ്ഞോളാം. ഓ വേണ്ട ഞാൻ കൊണ്ടുതരാന്ന് പറയാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ട് പിറുപുറത്തോണ്ട് പോവാ. ഈ സമയം ജലജ കനക നല്ല ഉറക്കം, അവളുടെ ഉറക്കം കണ്ടില്ലേ, മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. ഈ സമയത്ത് ഇനി ഉറക്കം പോയിട്ടാണ് എനിക്കിനി ഉറങ്ങാനും കൂടെ പറ്റത്തില്ല. എന്ത് ചെയ്യാനെന്ന് പറ.
അവളുടെ വയറ്റൊരു കുഞ്ഞുണ്ടായി പോയെന്നും പറഞ്ഞിട്ട് മനുഷ്യൻ ഒരു സമാധാനം തരത്തില്ലെന്നും പറഞ്ഞ് നേരെ ജലജ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. എന്നിട്ട് കട്ടൻ കാപ്പിയൊക്കെ വെക്കുവാണ്. ഒരു വായിക്കോട്ടെ വിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കട്ടൻ കാപ്പിയൊക്കെ വെച്ച് മോളിൽ കയറി വന്നു. അവൾക്ക് നവ്യയ്ക്ക് വിളിച്ച് കൊടുക്കുവാണ്. നവ്യ കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ ഇതിനകത്ത് നല്ല മധുരം ഒന്നുമില്ല, എന്നാൽ ഇങ്ങനെയാണോ കാപ്പി, ഇച്ചിരി മധുരം ഇട്ടോണ്ട് ഞാൻ വേണം. ആ നവ്യ നല്ല മധുരമുണ്ട് മോളെ, മധുരം ഒന്നും ഇല്ലാന്ന് പറയാം. അവസാനം ജലജയ്ക്ക് മനസ്സിലായി ഇവള് മനഃപൂർവ്വം തനിക്കിട്ട് പണി തരാന്ന എന്നും പറഞ്ഞ് പീർപുറത്തോണ്ട് ജലജ അങ്ങോട്ട് പോവാണ്. വീണ്ടും മധുരം ഇട്ടുകൊണ്ട് കൊടുക്കുവാണ്. മധുരം ഇട്ടുകൊണ്ട് കൊടുത്തപ്പം പറഞ്ഞു, അമ്മേ എനിക്ക് കഴിക്കാനും കൂടെ എന്തെങ്കിലും എടുത്തോണ്ട് വരാൻ മേലായിരുന്നു, നല്ല വിശപ്പുണ്ട്. അതെ ഇപ്പൊ നീ കഴിക്കൊന്നും വേണ്ട, നേരം വെളുത്തിട്ട് കഴിച്ചാൽ മതി, രാവിലെ തന്നെ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാൻ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവാണ്. നവ്യക്ക് സമാധാനമായി. ഇത് ആദ്യത്തെ ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 9 മാസം ഞാൻ ഇവിടെ എണ്ണാറ വരപ്പിക്കും നിങ്ങളെ. ഈ നവ്യ ആരാ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. എൻ്റെ അനിയത്തിലേക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുത്തുന്നതല്ലേ നിങ്ങൾക്കിട്ടുള്ള പണി ഞാൻ തരുന്നുള്ളൂ. നിങ്ങൾക്കിട്ട് നിങ്ങളുടെ മോനിട്ടെന്ന് നവ്യ മനസ്സിൽ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.